ഈ കേസിലെ പ്രതികൾ വയക്കോടൻ വീട്ടിൽ വി സുധാകരൻ ഒന്നാം പ്രതി, കണ്ണപുരം ചുണ്ടയിലെ വയക്കോടൻ വീട്ടിൽ വി സുധാകരൻ ഒന്നാം പ്രതി, രണ്ടാം പ്രതി കൊത്തിലെ താഴെ വീട്ടിൽ KT ജയേഷ്, പിന്നീട് ചാത്തുംകുളത്ത് പറമ്പിൽ CP രഞ്ജിത്ത്, പുതിയപുരയിൽ PP അജീന്ദ്രൻ, ഇല്ലിക്കൽ വളപ്പിൽ IV അനിൽകുമാർ, പുതിയപുരയിൽ PP രാജേഷ്, കണ്ണപുരം വടക്കേപ്പുറം വടക്കേ വീട്ടിൽ VV ശ്രീകാന്ത്, വടക്കേപ്പുറം വടക്കേ വീട്ടിൽ VV ശ്രീജിത്ത്, വടക്കേപ്പുറം തെക്കേ വീട്ടിൽ TV ഭാസ്കരൻ എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഇവർക്കാണ്, ഈ 9 പേർക്കാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ ഇപ്പോൾ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വാഹനാപകടത്തിൽ വിചാരണയ്ക്കിടെ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആ അമ്മ പറഞ്ഞത് 19 വർഷവും 3 മാസവും നീണ്ട വിചാരണയാണ്. 17 വർഷക്കാലം കാത്തിരുന്നിട്ടും റിജിത്തിന്റെ അച്ഛന് ഈ കൊലപാതകൾ ശിക്ഷിക്കപ്പെടുന്നത് കാണാൻ കഴിഞ്ഞില്ല എന്നുകൂടി അവർ പറയുന്നുണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തിന് സമീപം ശാഖ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് ഈ DYFI BJP പ്രവർത്തകർ തമ്മിലുള്ള തർക്കവും ബലാബലവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കയ്യേറ്റവും ഒക്കെയാണ് പിന്നീട് കൊലപാതകത്തിന്. ഈ നേരത്തെ ഫെലിക്സ് പറഞ്ഞില്ലേ, 4 സുഹൃത്തുക്കൾ നടന്നു പോകുന്നു. അതിൽ വിമൽ എന്ന് പറയുന്ന സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ ചെന്നതായിരുന്നു റിജിത്തിനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം പ്രതികൾ വാദിച്ചത് അവരുടെ ശാഖ ആക്രമിക്കാൻ വന്ന അക്രമികൾ പരസ്പരം വെട്ടി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവർ അന്ന് വാദിച്ചത്. പക്ഷേ ഈ പ്രതികളായവരുടെ രക്തക്കറ പുരണ്ട വസ്ത്രം, ആയുധം, ഇതെല്ലാം പരിക്കേറ്റ ആളുകളുടെ മൊഴി അവർ കൃത്യമായി ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതിന് മറ്റൊരു സാക്ഷി, ഇതിന്റെ സമീപം ഉണ്ടായിരുന്ന മറ്റൊരു റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളുടെ സാക്ഷിമൊഴി, ഇതെല്ലാം ചേർന്നാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതും അന്തരീക്ഷം ഉണ്ടാക്കി ആളുകളുടെ കൺമുന്നിൽ വെച്ചൊരു ചെറുപ്പക്കാരനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയതിന്റെ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.